പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ചിന്നൻ പൈനാട്, നമുക്കെല്ലാവർക്കും ഏറെ ആദരവുള്ള കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ നിയമജ്ഞൻ ജസ്റ്റിസ് കെ സുമാൻ അവർ, പ്രിയപ്പെട്ട ശ്രീ സി ആർ നീലകണ്ഠൻ അവർ, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കെ ഇസ്മയിൽ, പ്രിയപ്പെട്ട ശ്രീ കെ വർഗീസ്, പോൾ മുണ്ടാടൻ, പ്രിയപ്പെട്ട ഡോക്ടർ കെ കെ ജോർജ്, ഡോക്ടർ ശ്രീ മാത്യു തുടങ്ങി ഈ പരിസ്ഥിതി സംരക്ഷണ സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ വേദിയിലും ഈ ഓഡിറ്റോറിയത്തിലുമായി പങ്കെടുക്കുന്ന ബഹുമാന്യരെ, വിദ്യാർത്ഥികളെ, അധ്യാപകരെ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമേ തന്നെ പരിസ്ഥിതി സംരക്ഷണ സംഘം നായികയോട് എൻ്റെ നിശ്ചിതമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. എൻ്റെ ഈ വലിയ ഒരു അവാർഡിന് വേണ്ടി തെരഞ്ഞെടുത്ത സംഘടനയുടെ എല്ലാ അംഗങ്ങളെയും ഞാൻ ഈ അവസരം പ്രത്യേകമായി ഓർമ്മിക്കുകയാണ്. ഇവിടെ ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ കാലങ്ങളായി രംഗത്ത് പ്രവർത്തിക്കുന്ന കുമാരൻ സാറിനെ പോലെ ഇന്ന് കേരളം മുഴുവൻ തൻ്റെ ജീവിതം തിരിഞ്ഞു വെച്ചുകൊണ്ട് പാരിസ്ഥിതികമായ തൻ്റെ നിലപാടുകൾ ഉറപ്പിച്ചു നിർത്തി മുന്നോട്ട് പോകുന്ന സി ആർ നീലകണ്ഠനെ പോലുള്ള ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഈ വേദിയിലും ഓഡിറ്റോറിയത്തിലുമായുണ്ട്. ഞാൻ അവരുടെയെല്ലാം സംഭാവന നൽകി, അവരുടെയെല്ലാം ഈ രംഗത്ത് നൽകിയിട്ടുള്ള വലിയ വലിയ അവരുടെ ആ അർപ്പണബോധം അതെന്നും പരിഹരിക്കപ്പെടും. അവരുടെ നിലപാടുകൾക്ക് തീർച്ചയായും കൂടുതൽ അംഗീകാരം കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനൊരു പുസ്തകം പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇതേ ദിവസം തന്നെ കോട്ടയത്ത് വെച്ച് CSC സഭയുടെ ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർ രാവിലെ 10:00 എത്തണമെന്നാണ് എന്നോട് പറഞ്ഞത്. അവിടെ ക്രിസ്റ്റോഫർ തിരുമേനിയെ പോലെ കേരളത്തിലെ ഏറ്റവും ബഹുമാന്യനായ ഒരു തിരുമേനിയാണ് കഴിഞ്ഞ് പങ്കെടുക്കുന്നത്. അദ്ദേഹം കൃത്യസമയത്ത് വരുന്നതാണ്. അത് ഒരു കാര്യമാണ്. രണ്ടാമത് എനിക്കിടയ്ക്ക് ഒരു സുഖമില്ലാതെ വന്നതുകൊണ്ട് ഞാൻ ആദ്യമായി 2 മാസത്തിനിടയിൽ ആദ്യമായി പങ്കെടുക്കുന്ന ചടങ്ങാണ് പ്രസംഗിക്കുന്നത്. രണ്ട് കാര്യം മാത്രം തീർത്ത് പറയാൻ ആഗ്രഹിക്കാം. ഒന്ന്, മാധവ ഗവൺമെൻറ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടതിൻ്റെ പേരിൽ വളരെ പ്രയാസങ്ങളൊക്കെ സഹിക്കേണ്ട ഒരാളാണ് അതിൻ്റെ വിശദീകരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനകത്ത് യാതൊരു ദുഃഖമോ ഭേദമോ ഇല്ല എന്ന് മാത്രമല്ല, ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഇന്നല്ലെങ്കിൽ നാളെ മാധവ ഗവൺമെൻറ് കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ള റിപ്പോർട്ട് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും നടപ്പാക്കേണ്ടി വരും. അതിനെതിരെ നിൽക്കുന്ന ആളുകൾ ചരിത്രത്തിൻ്റെ ചവിട്ടുകൊണ്ടി മാറപ്പെടുന്നതായി. മറ്റൊന്ന്, പശ്ചിമഘട്ടം സംരക്ഷിക്കാൻ ഇപ്പോൾ കഴിയുന്നില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും നമുക്കതിന് കഴിയില്ല എന്ന ഒരു ദുരന്തം നമ്മയെല്ലാം കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചിലരെല്ലാം സംഘടിതമായി പറഞ്ഞത് കേരളത്തിലെ 2-3 ജില്ലയിലോ അല്ലെങ്കിൽ ഇടുക്കി ജില്ലയിലോ ഉള്ള ജനങ്ങളെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഉയർത്താൻ ശ്രമിച്ചു. ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ള 5-6 സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന ലോകത്തെ തന്നെ അത്യപൂർവമായ ഒരു പാരിസ്ഥിതികമായ ഔന്നത്യമുള്ള പശ്ചിമഘട്ടം അത് സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ
നമ്മുടെ കാലഘട്ടത്തോട് നമ്മൾ ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കും അത് എന്ന് നാം എല്ലാം ഓർമ്മിക്കേണ്ടതുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ദുഃഖമുള്ള ഒരു കാര്യം, കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടി, ഞാൻ പ്രതിദാനം ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി അടക്കം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ പുറത്തെഴുതി നിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ദുഃഖകരവും ഏറ്റവും സങ്കടകരവുമായ ഒരു വസ്തുതയാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്കോ CPM-നോ പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ പാരിസ്ഥിതികമായ നിലപാടുകളിൽ നിന്നും അണുവിധ വ്യതിചലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഈ നാട്ടിലുണ്ട്, ഇതുണ്ടാകും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മറ്റൊന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണം മുഖ്യ അജണ്ടയായി അംഗീകരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും നാളത്തെ പൊതുഭൂമികയിൽ നിലനിൽക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളർന്നു വരുന്ന കുട്ടികൾ, അവരെ പരിശീലിപ്പിക്കുന്ന അധ്യാപകർ ഇതിൻ്റെ ഗൗരവം കണ്ടതിന് ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്ന് മാത്രം വിനയ പുരസ്കാരം ഈ അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ടും ഈ സമിതിയോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടും എന്നെ വലിയൊരു അംഗീകാരം നൽകി ആദരിച്ചതിനുള്ള വാക്കുകൾ ഒടുങ്ങാത്ത എൻ്റെ ഹൃദയത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഉയർന്നു വരുന്ന നന്ദിയും സ്നേഹവും പ്രത്യുപകാരമായി പറഞ്ഞുകൊണ്ടു നീലകണ്ഠനടക്കം ഇവിടെ സംസാരിക്കാനിരിക്കുന്ന പലരുടെയും പ്രസംഗം കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിട്ട് ഞാൻ പറഞ്ഞ ഒരു സാഹചര്യം കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ പ്രസംഗത്തിന് ശേഷം നീലകണ്ഠൻ്റെ പ്രസംഗം തുടങ്ങുമ്പോൾ ഞാനിവിടെ പോകും, എന്നോട് അനുമതി കൂടി നൽകണം. ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ കൊടുക്കുന്നു. നമസ്കാരം.